ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരു ചെമ്പരത്തി വൈൻ്റെ റെസിപ്പിയാണ്. അതും 7 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈനാണിത്. ഈ വൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-15ഓളം ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ്, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന സാധാരണ ചെമ്പരത്തിപ്പൂവാണ്. ഇതൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഇതളുകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഇതളുകൾ മെല്ലെ ഇങ്ങനെ അടർത്തിയെടുത്ത് ഈ പച്ച തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ചെമ്പരത്തി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചെമ്പരത്തിപ്പൂവൊക്കെ മുഴുവനായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 ചെമ്പരത്തിപ്പൂവേ ഉള്ളൂ. ഞാൻ നല്ല ചെമ്പരത്തിപ്പൂവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. പൂവിൽ ഒത്തിരി പൊടിയൊക്കെ പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കളയുവാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് വെള്ളത്തിലിങ്ങനെ ഇട്ട് വയ്ക്കാം. അതിന് ശേഷം നന്നായിട്ടിത് കഴുകി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെമ്പരത്തി കഴുകിയെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ എത്രമാത്രം പൊടിയുണ്ടായിരുന്നെന്ന്. ഇനി നമുക്ക് ഒരു വലുപ്പമുള്ള പാത്രം എടുത്ത് അതിലേക്ക് വെള്ളമൊഴിക്കാം. 10 മുതൽ 15 വരെ ചെമ്പരത്തിക്ക് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ 1 ലിറ്റർ വെള്ളം, 250 ml 4 കപ്പ്, അതായത് 1 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ 4 കപ്പ് വെള്ളത്തിന്, അതായത് 10 ചെമ്പരത്തിക്കുള്ള 4 കപ്പ് വെള്ളത്തിന് 1 കപ്പ് നിറയെ പഞ്ചസാരയാണ് നമ്മൾ എടുക്കേണ്ടത്. 1 കപ്പ് നിറച്ച് പഞ്ചസാര നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ അല്പം ഒന്ന് അലിഞ്ഞ് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവ് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു സ്റ്റെപ്പിലും നമ്മൾ ഈർപ്പമുള്ള വസ്തുക്കൾ നമ്മളുടെ ഈ പ്രോസസ്സിൽ എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മൾ നനവുള്ള സ്പൂണോ നനവുള്ള കൈകളോ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുമ്പോൾ ആ പാത്രത്തിന് നനവോ ഒന്നും തന്നെ പാടില്ല. ഈർപ്പം തട്ടുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വൈന് പൂത്തു പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇനി ഒരു സ്റ്റെപ്പിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നമ്മുടെ ചെമ്പരത്തിയിൽ അല്പം നനവുണ്ട്, അത് നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തിളക്കുമ്പോഴാണ് ചെമ്പരത്തിയുടെ മുഴുവൻ സത്തും നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടുക. ഇപ്പോൾ ആവശ്യത്തിന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അല്പം കൂടെ ചെമ്പരത്തിയുടെ സത്തൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരട്ടെ. അതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇപ്പോൾ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് വയലറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ഈ നമ്മുടെ ചെമ്പരത്തിയുടെ ലായനി നമുക്കൊന്ന് തണുക്കുവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുക്കണം. റൂം ടെമ്പറേച്ചറിലായി കിട്ടുന്നിടം വരെ നമുക്കിതിങ്ങനെ മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിക്കുക. ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഈ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ ഈസ്റ്റാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ ഈസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ചേർക്കുമ്പോൾ ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയാലും അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിങ്ങനെ അല്പനേരം മാറ്റി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് പൊങ്ങിക്കിട്ടും. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അല്പം ഗോതമ്പാണ്. സാധാരണ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന മുഴുവൻ ഗോതമ്പ്. ഇനി വേണ്ടത് ഒരു കഷ്ണം പട്ടയാണ്. പിന്നെ വേണ്ടത് 2 ഗ്രാമ്പുവാണ്. ഈ 2 സ്പൈസസ് ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. ഇത് രണ്ടും നമുക്ക് ഗോതമ്പിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ വൈൻ റെഡിയാക്കുവാനുള്ള ബോട്ടിൽ എടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ ഭരണിയിലാണ് വൈനൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് കാണുവാനുള്ള
സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, നമ്മൾ വൈനിടുന്നതിന് മുമ്പായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശത്തിൽ എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ചെമ്പരത്തി വെള്ളം ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഈ തണുത്ത ചെമ്പരത്തിയുടെ വെള്ളം നമുക്ക് നമ്മുടെ വൈൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് പഞ്ചസാര ഇട്ട വെള്ളമാണ്, അതുകൊണ്ട് അല്പം പോലും പുറത്തേക്കൊന്നും ആവാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പുറത്തേക്കൊക്കെ ആയാൽ ഉറുമ്പൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ജാറിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗോതമ്പും പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കൈ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഗോതമ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈനിന് അല്പം കൂടെ വീര്യം കൂടും. ഇത് നമ്മുടെ ഈസ്റ്റ് പതഞ്ഞു വന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പതഞ്ഞു വന്നിട്ടുള്ള ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ തന്നെ ചെമ്പരത്തി തിളപ്പിച്ചെടുത്ത അതേ സ്പൂണ് വെച്ചാണ് ഞാനിപ്പോൾ ഇളക്കി യോജിപ്പിക്കുന്നത്. അതായത് പുറമേ നിന്ന് വേറെ സ്പൂണൊന്നും എടുക്കുന്നില്ല. നമ്മൾ കൂടുതൽ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈർപ്പം തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ജാറ് ഒരു നല്ല തുണി വച്ചിട്ട് അടച്ചു വയ്ക്കണം. നമ്മൾ സാധാരണ ഈ ജാറ്, ഞാൻ അച്ചാറൊക്കെ ഇടുന്ന ജാറാണിത്. ഇത് സാധാരണ നമ്മളിങ്ങനെ നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാറാണ് പതിവ്. പക്ഷേ നമ്മുടെ ഈ വൈനിന്, ചെമ്പരത്തി വൈനിന് പ്രത്യേകിച്ചിട്ട് ഇത് എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വയ്ക്കാൻ പാടില്ല. കാരണം ഈസ്റ്റൊക്കെ ചേർത്ത് 2-3 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് എയർ വന്ന് നമ്മുടെ ജാറ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വൈന് മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പോൾ ഇത് നല്ലൊരു കോട്ടൺ തുണി വെച്ച് തന്നെ നമുക്കിത് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. വരിഞ്ഞ് മുറുക്കി കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ജാറ് ഒരു തരത്തിലുള്ള കീടങ്ങളൊന്നും വരാത്ത, സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കാത്ത, പറ്റുവാണെങ്കിൽ ഒരു ഇരുടുള്ള സ്ഥലത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് നമ്മുടെ വൈന് കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുക. ഞാനിതിപ്പോൾ ജസ്റ്റ് ഈ മൂടി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വൈന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 7 ദിവസത്തേക്ക് ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഒരു 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചെമ്പരത്തി വൈൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള ചെമ്പരത്തി വൈനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചെമ്പരത്തി വൈന് നമുക്ക് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ദിവസം വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്വാദ് കൂടുന്നതാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്